ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2025 മാർച്ച് 9 മുതൽ 15 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, കുംഭം 25 മുതൽ മീനം 1 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ സൂര്യനും വ്യയസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭവും കുടുംബസുഖവും ഉണ്ടാകും. ശത്രുനാശവും സന്തോഷവും ഉണ്ടാകും. കാര്യസിദ്ധി ലഭിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. രോഗങ്ങളും പാപപ്രവൃത്തികളിൽ താല്പര്യവും ഉണ്ടാകും. വിശിഷ്ടമായ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി ശ്രീകൃഷ്ണപ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ സൂര്യനും ബുധശുക്രന്മാർ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ബുദ്ധിക്ക് ഉണർച്ച കുറയും. വീട് വിട്ട് നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാഗുണം പ്രതീക്ഷിക്കാം. ഉന്നതരുടെ പ്രീതി സമ്പാദിക്കുമെങ്കിലും അതുമൂലം അസൂയാലുക്കളുടെ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുസമാഗമവും സുഖഭോജനവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ സൂര്യനും ബുധശുക്രന്മാർ കർമ്മസ്ഥാനത്തും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ഉഷ്ണരോഗവും കാര്യതടസ്സവും ഉണ്ടാകാം. മാനസിക സംഘർഷവും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അപമാനകരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വരാം. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനിയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ബുധശുക്രന്മാരും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സവും മന്ദതയും അനുഭവപ്പെടും. അധികാരികളുടെ അനുഭാവപൂർവമല്ലാത്ത നിലപാടുകൾ സ്വസ്ഥത കെടുത്തും. വാതരോഗങ്ങൾ അലട്ടും. സന്താനങ്ങളെ പ്രതി ദുഃഖിക്കേണ്ടതായ അവസ്ഥയുണ്ടാകാം. അനുഭവഗുണം വർദ്ധിക്കും. ധർമ്മപ്രവൃത്തികൾ താല്പര്യമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ രവിയും അഷ്ടമത്തിൽ ബുധശുക്രന്മാരും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യം കുറയും. യാത്രാതടസ്സം കാണുന്നു. ധനസ്ഥിതി മെച്ചപ്പെടും. സന്താനഗുണം പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾക്കായി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. കർമ്മരംഗം കലുഷിതമാകും. ഭൂമി സ്വന്തമാക്കാൻ അവസരമുണ്ടായേക്കാം. ഉദ്യോഗസ്ഥരുടെ അധികാരപരിധി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ സൂര്യനും ബുധശുക്രന്മാർ കളത്രസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാവിധ സുഖങ്ങളും വർദ്ധിക്കും. കാര്യവിജയം ഉണ്ടാകും. ന്യായമായ ആഗ്രഹങ്ങൾ സാധിക്കും. ഉറക്കമില്ലായ്മ, ബന്ധുജനങ്ങളുമായി കലഹം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ ദുഃഖം, സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു. സർവ്വ സൗഭാഗ്യസിദ്ധി കൈവരും. കർമ്മപുഷ്ടി കുറയും. ദോഷപരിഹാരങ്ങൾക്കായി ശ്രീകൃഷ്ണപ്രീതി, മഹാലക്ഷ്മി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി,
വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ സൂര്യനും ബുധശുക്രന്മാർ ശത്രുസ്ഥാനത്തും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസവും പുത്രദുഃഖവും ഉണ്ടാവും. ശരീരസുഖം കുറയും. മോഹാലസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാഗുണവും ധനപരമായ മെച്ചവും പ്രതീക്ഷിക്കാം. ദാമ്പത്യഗുണം കുറയും. ശത്രുശല്യം കൂടും. മരണഭയം മനസ്സിനെ അലട്ടും. കാര്യതടസ്സം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനി, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി രവിയും പുത്രസ്ഥാനത്ത് ബുധശുക്രന്മാരും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസവും കലഹപ്രവണതയും ബന്ധുവിരോധവും ഉണ്ടാകും. വിശ്വസ്ത സുഹൃത്തുക്കളുടെ പ്രവൃത്തികൾ ദുഃഖത്തിന് കാരണമാകും. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഭാര്യാപുത്രാദികളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. ധനലാഭവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. നവദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം കൈവരും. വ്രണാദി രോഗങ്ങളും ശത്രുശല്യവും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ സൂര്യനും സുഖസ്ഥാനത്ത് ബുധശുക്രന്മാരും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യവർദ്ധനവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. സന്തോഷാനുഭവങ്ങളും സമ്മാന ലാഭവും പ്രതീക്ഷിക്കാം. ധനലാഭം ഉണ്ടാകും. യാത്രാഗുണം കാണുന്നു. ദാമ്പത്യ സൗഖ്യം കുറയും. വാഹന ശയനസുഖം പ്രതീക്ഷിക്കാം. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ സൂര്യനും സഹോദരസ്ഥാനത്ത് ബുധശുക്രന്മാരും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും നയനരോഗങ്ങളും ഉണ്ടാകും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. സഹോദരങ്ങളുമായി ശത്രുതയ്ക്ക് സാധ്യത. ശത്രുശല്യത്തിന് സാധ്യത കാണുന്നു. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. വിവാഹാർത്ഥികൾക്ക് വിവാഹ സിദ്ധിക്കും. സന്താനാർത്ഥികൾക്ക് സൽപുത്ര യോഗത്തിനുമുള്ള സാധ്യത കാണുന്നു. സ്വർണ്ണലാഭം, ധനലാഭം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സർപ്പദൈവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ജന്മത്തിലും ധനസ്ഥാനത്തുമായി രവിയും ബുധശുക്രന്മാർ ധനസ്ഥാനത്തും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരത്തിനും മനസ്സിനും സുഖം കുറയും. കോപം വർദ്ധിക്കും. സഞ്ചാരക്ലേശം ഉണ്ടാകും. സംസാരം ശ്രദ്ധേയമാകും. ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. എല്ലാവിധ സുഖഭോഗങ്ങളും ലഭിക്കുമെങ്കിലും മാനസികമായ സംതൃപ്തി ഉണ്ടാകുകയില്ല. സന്താനങ്ങളെ കൊണ്ട് മനോവിഷമത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധശുക്രന്മാരും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ സൂര്യനും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുഗുണം കുറയും. ആശയവിനിമയങ്ങളിൽ ന്യൂനത വരാതെ ശ്രദ്ധിക്കുക. കളത്രസുഖവും മൃഷ്ടാന്നലാഭവും ഉണ്ടാകും. കാര്യതടസ്സവും ഇഷ്ടജനങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിനും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത കാണുന്നു. അലച്ചിൽ, കാര്യതടസ്സം എന്നിവയുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.